ഹായ് ഹലോ നമസ്കാരം. 2025 ജനുവരി 1 മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇന്നത്തെ എ ടു സെഡ് ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഏറെ വിവാദമായിട്ടുള്ള ഒന്നാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അതായത് റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മറ്റും അനർഹരായിട്ടുള്ള ആളുകൾ പെൻഷൻ വാങ്ങുന്നത്. ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ കണ്ടുപിടിച്ച് 18% പിഴപ്പലിശയോടുകൂടി ഇതുവരെ കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ ക്യാഷും തിരിച്ചു വാങ്ങുകയാണ് റവന്യൂ വകുപ്പ്. മരണപ്പെട്ടിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ബയോമെട്രിക് വിവരങ്ങൾ നൽകി ചെയ്യുന്ന ഒന്നാണ് പെൻഷൻ മസ്റ്ററിംഗ്. ഇത്തരത്തിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിലൂടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മരണപ്പെട്ടിട്ടുള്ള ആളുകളെ പെൻഷനിൽ നിന്ന് നീക്കം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതികളാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടുള്ളതാണ് പെൻഷൻ പണം നേരിട്ട് വീടുകളിൽ എത്തുന്നവർക്കുള്ള, അതായത് ക്യാഷ് അക്കൗണ്ടിൽ വരുന്നതിന് പകരം വീടുകളിൽ എത്തുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും ഓരോ പ്രാവശ്യം പൈസ വാങ്ങുമ്പോഴും അവരുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ, അതായത് ആധാറിലൂടെ നമുക്ക് ഫേസ് ഓതൻറ്റിക്കേഷൻ സക്സസ് ആയതിനു ശേഷം മാത്രമേ പണം ഇനി മുതൽ അവർക്ക് നേരിട്ട് നൽകുകയുള്ളൂ. അതിലൂടെ ഗുണഭോക്താവ് തന്നെയാണ് ഈ ക്യാഷ് വാങ്ങുന്നതെന്ന് ഉറപ്പുവരുത്താനാകും. എന്നാൽ നിലവിൽ പെൻഷൻ പണം അക്കൗണ്ടിൽ എത്തുന്നവർക്ക് ഇത് നടപ്പിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വാർഷിക മസ്റ്ററിംഗ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അനർഹരായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നതിന് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇനി വരുന്ന എല്ലാ വർഷവും മാർച്ച് മാസത്തിലാവാനാണ് സാധ്യത കൂടുതൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത്. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾക്ക് മാത്രമേ, അതായത് 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് മാത്രമേ ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ വില്ലേജ് ഓഫീസർമാർ ഇനി വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്ത് കൃത്യമായി അന്വേഷിച്ച് മാത്രമേ നൽകുവാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് 1 ലക്ഷത്തിൽ പുറത്തായി എന്ന കാരണത്താൽ ഇനി പല ആളുകളും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താവാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതായത് ഭർത്താവ് മരണപ്പെടുകയോ അതല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോവുകയോ അതുമല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷൻ. ഇത്തരം പെൻഷൻ വാങ്ങുന്ന ആളുകൾ 60 വയസ്സിന് താഴെയാണെങ്കിൽ അവർ എല്ലാ വർഷവും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കേണ്ടതാണ്. ഇത്തരത്തിലും പിന്നീട് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകളും ഈ ഒരു പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്നതാണ്. എന്നാൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളും അതുപോലെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. കഴിഞ്ഞ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ ഇപ്പോൾ നിലവിൽ മുടങ്ങിക്കിടക്കുകയാണ്. അത്തരം ആളുകൾക്ക് എല്ലാ മാസവും 5-ാം തീയതിക്കും അതുപോലെ 15-ാം തീയതിക്കുള്ളിൽ അക്ഷയ സെൻറ്റർ മുഖേന ഇപ്പോഴും പെൻഷൻ മസ്റ്ററിംഗ് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പെൻഷൻ മസ്റ്ററിംഗ് നടന്നാൽ അതിനുശേഷമുള്ള പെൻഷൻ പണം അക്കൗണ്ടിൽ അതല്ലെങ്കിൽ നേരിട്ട് വരുന്നതാണ്. എന്നാൽ മുടങ്ങിയിട്ടുള്ള പെൻഷൻ ലഭിക്കുന്നതല്ല. ജനുവരി മുതൽ വീടുകൾ കയറിയുള്ള പരിശോധനയും നടക്കുന്നതാണ്. ഇത്തരത്തിൽ കണ്ടെത്തിയാൽ അവർക്കും 18% പിഴപ്പലിശയോടുകൂടി കിട്ടിയ പെൻഷൻ എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ടതാണ്. കുടിശ്ശികയുള്ള ക്യാഷ് അടുത്ത മാർച്ച് മാസത്തോടുകൂടി പൂർത്തിയാക്കുവാനാണ് സാധ്യത കൂടുതൽ. അതിനുശേഷം കൃത്യമായി എല്ലാ മാസവും അക്കൗണ്ടിൽ വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഉടൻ തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ എ ടു സെഡ് ഇൻഫോവേഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.